അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്തു, ഉസ്താദെ നിങ്ങളിത് കാണുന്നില്ലേ, അദ്ദേഹത്തെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആംബുലൻസും കൊണ്ട് അവിടെ പോയി. അദ്ദേഹം ഒരു തരത്തിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രിയങ്കരായ പ്രവർത്തകർ റാഷിദ് മുബാറക്ക്, സഫീർ കമന്നൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി നമ്മുടെ വളവുവച്ചയിലെ സ്നേഹസാരയിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ മുടിയെല്ലാം വെട്ടി, മുടിക്കകത്തൊക്കെ ഒരുപാട് ചീത്ത വസ്തുക്കളും നജസ്സുകളും പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് വൃത്തിയാക്കി. ജട പിടിച്ചിരുന്ന മുടിയല്ല, വല്ലാത്ത ദുർഗന്ധവുമായിരുന്നു. മീശയും താടിയൊക്കെ പഠിച്ച് അദ്ദേഹത്തിന് പല്ല് എന്തായാലും കുറേ കാലമായിട്ട് തേച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. വലിയ സന്തോഷമായി അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തു. അത് ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം ചിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് കുറേ ദുർഗന്ധമൊക്കെ പുറത്തു പോയി. പല്ലിൻ്റെ കേടൊക്കെ മാറ്റി. ഒരുപാട് പല്ലിനകത്തൊക്കെ ഒത്തിരി നികഷ്ടതകളുണ്ടായിരുന്നു. ഒക്കെ വൃത്തിയാക്കി കൊടുത്തു. മന്നാനിയും റാഷിദും ഞാനും കൂടി അദ്ദേഹത്തെ കുളിപ്പിച്ചു. അൽഹംദുലില്ലാ, വല്ലാത്തൊരു രംഗമായിരുന്നു. തലയ്ക്കകത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം, അദ്ദേഹത്തിന് ആരൊക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. വല്ലാത്തൊരു ആനന്ദമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ തലയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ആരുമില്ലാന്ന് കരുതി അലഞ്ഞു തിരിഞ്ഞ് നടന്നയാളാണ്. പട്ടിയും പൂച്ചയും കടിച്ചും മാന്തിയും മഴയും വെയിലും ഒരുപോലെ കൊണ്ടും വല്ലാത്തൊരു രംഗമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റൂല. നഖം വെട്ടി, പുതിയ ചെരുപ്പ് വാങ്ങി, പാൻറ്റും ഷർട്ടും തോർത്തൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം വാരി കൊടുത്തപ്പോൾ ഒരു സംഭവമുണ്ട്. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല നമുക്ക്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം വാരി തന്നിട്ടില്ലേ? ആരും ഭക്ഷണം വാരി തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷവും കൂടെ ഉണ്ടാവണം. എത്ര ദിവസം അദ്ദേഹം നിൽക്കുമെന്നറിയില്ല. നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പൊന്നുപോലെ നോക്കും.